ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാൽദീവ്സിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. മാൽദീവ്സിൽ പ്രധാനമായിട്ട് 3 മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് ഉള്ളത്. അതിൽ പ്രധാനമായിട്ടും ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത് വാട്ടർ ട്രാൻസ്പോർട്ടാണ്, അതുപോലെ തന്നെ എയർ, അതിൽ സീ പ്ലെയിനാണ് മെയിനായിട്ടുള്ളത്, അതുപോലെ തന്നെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ. ഇങ്ങനെ 3 മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട സിറ്റികളിലെല്ലാം റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അതായത് അഡു പോലെയുള്ള, മാലേ പോലെയുള്ള മെയിൻ സിറ്റീസിലൊക്കെ നമുക്ക് ഈ ഒരു റോഡ് ട്രാൻസ്പോർട്ടേഷൻ, അതായത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. എങ്കിൽ ഐലൻഡുകളിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് വാട്ടർ ട്രാൻസ്പോർട്ടാണ്. അതിൽ പ്രധാനമായിട്ടും സ്പീഡ് ബോട്ട്, അതുപോലെ തന്നെ അറ്റോൾ ഫെറികൾ, ഒരു അറ്റോളിനകത്താണെങ്കിൽ അറ്റോൾ ഫെറികൾ, അതുപോലെ മെയിൻ ദൂരമുള്ള ഡിസ്റ്റൻസിലുള്ള ഡെസ്റ്റിനേഷനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള സ്പീഡ് ബോട്ടുകൾ, ഫെറികളാണ് മാൽദീവ്സിലുള്ളത്. കൂടുതലായിട്ടും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നതും ഫെറികൾ തന്നെയാണ്. ഇനി വളരെയേറെ ഒരുപാട് ദൂരമുള്ള ഐലൻഡുകളിലേക്ക് നമ്മൾ എയർപോർട്ടുകൾ കണക്റ്റഡ് ആണ്. അതായത് വളരെ കുറച്ച് എയർപോർട്ടുകൾ ഉള്ളതെങ്കിലും ദൂരത്തേക്കുള്ള ഐലൻഡുകളൊക്കെ എയർപോർട്ട് ബൈ എയർലൈൻ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ സീ പ്ലെയിനുകളാണ്. സീ പ്ലെയിൻ കുറച്ച് കോസ്റ്റ്ലി ആണ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. മാലേ സിറ്റിയിൽ നിന്നാണ് ഈ ഒരു ട്രാൻസ്പോർട്ടേഷനൊക്കെ നമ്മൾ ഹയർ ചെയ്യുന്നത്. അതായത് സ്പീഡ് ബോട്ടുകളായാലും മെയിൻ ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാലേ എത്തിയതിന് ശേഷം അവിടെ നിന്നാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. സീ ഫ്ലൈറ്റുകളും നമ്മൾ മാലയിൽ നിന്നാണ് ഹയർ ചെയ്യുന്നത്. ഇതാണ് മാലയിലെ പ്രധാനപ്പെട്ട. പിന്നെ മാലേ സിറ്റിക്കകത്ത് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടും എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് റോഡാണ്. അതായത് മാലേ സിറ്റിക്കകത്ത് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 30 രൂപയാണ് സാധാരണ ചാർജ്. ഇപ്പോഴുള്ള ചാർജ് 30 രൂപയാണ്. ഇനി എയർപോർട്ടിലേക്കാണെങ്കിൽ നമുക്ക് 100 രൂപയാണ്, 80 രൂപ, 100 രൂപ ഇങ്ങനെയാണ് ചാർജ് വരുന്നത്. അപ്പോൾ ഇതാണ് മാൽദീവ്സിൽ വന്നതിന് ശേഷം നമ്മൾക്ക് പ്രധാനമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അതുപോലെ ബസ് സർവീസുകളുണ്ട്, പബ്ലിക് ബസ്, ഗവൺമെൻറ് ബസ്സുകളുണ്ട് പ്രധാനപ്പെട്ട റൂട്ടുകൾ കണക്ട് ചെയ്യുന്നത്. അതിൽ സ്ഥലങ്ങളുടെ പേരിന് പകരം നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. നമ്പർ, ഓരോ ബസ്സിനും ഓരോ നമ്പറാണ്, ഓരോ റൂട്ടിനും ഓരോ നമ്പറാണ്. ആ നമ്പർ നോക്കിയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം.